A very good evening, all of you. ഈ ഒരു മൊമെന്റ് സത്യത്തിൽ ഈ ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസിവിയറൻസ് ആണെന്ന് ഞാൻ പറയും. ആൻഡ് ഈ ഇത്രയും കാലഘട്ടത്തിൽ, അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അയ്യപ്പനും കോശിയും കഴിഞ്ഞിട്ട് സച്ചിയേട്ടൻ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റ്. അപ്പം അയ്യപ്പൻ കോശിയും കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു, ഇനി അങ്ങോട്ട് സച്ചിയേട്ടന്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി, വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചിയേട്ടനെ കിട്ടുമല്ലോ. അത്രയും മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ സിനിമ തന്നെയാണ് അയ്യപ്പനും കോശി. അങ്ങനെ ആ ജേർണി ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, സച്ചിയേട്ടനെ സർജറിക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട്, എടാ നീ കുറച്ച് ജാപ്പനീസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ, വിലായത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിനക്കറിയാം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്. പക്ഷെ ആ ജേർണി ഈ 4 വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോൾ പോലും നിങ്ങൾക്കറിയാം, രാജുവിൻ്റെ ഉണ്ടായ ഒരു ആക്സിഡന്റിനെ പറ്റി അറിയാം. ജയൻ നമ്പ്യാർ അനുഭവിച്ച ഒരു വെയിറ്റിംഗ് പീരീഡ്, ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത്രയും നമ്മളധികം ഒരുപാട് സിനിമ, രാജു ഒരുപാട് സിനിമ കഴിഞ്ഞു, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും സച്ചിയേട്ടൻ്റെ ഒരു ഡിവൈൻ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് ഇതിൽ. ആൻഡ് ഒരൊറ്റ ആളുടെ പെർസിവിയറൻസും ഉണ്ട്. ജയൻ നമ്പ്യാരെ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഈ പടത്തിൽ അദ്ദേഹം പല സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട്, ഇത് റീവിസിറ്റ്, എത്ര പ്രാവശ്യമാണ് റീവിസിറ്റ് ചെയ്യുന്നത്, ഒരേ ഫുട്ടേജസ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം റീവിസിറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ പടങ്ങളെക്കാളും ഒരു എനർജി ഈ സിനിമ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരികയാണ്. പടം കണ്ടു കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ പറയട്ടെ, ഏറ്റവും ഇപ്പൊ വേറെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു സൈലന്റ് ആയിട്ട് ഈ പടത്തിന്റെ ആക്ടിവിറ്റീസും ഈ പടത്തിന്റെ പ്രോസസ്സും പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ. അപ്പൊ ഞാൻ ഇപ്പോഴും എന്റെ ടീമിനോട് പറയുന്നത്, സംതിങ് ഇസ് ഹാപ്പനിങ് and I'm truly happy with what's the final product. ഞാൻ ഒരുപാട് തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് അയ്യപ്പൻ കോശിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും വിലായത്ത് പുത്താന്ന് ഞാൻ പറയുന്നത്. ആൻഡ് the sheer effort that the team has put in. And Raju, I have nothing, you've guided me throughout my career, Raju, and I'm so happy I could do this with you. നിങ്ങൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു പവർ ഹൗസ് പെർഫോമർ ഈ പടത്തിൽ കാണും. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, തിലകൻ ചേട്ടനെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ സീ ഷമി തിലകൻ in the fascinating form in the film. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഉർവശി തിയേറ്റേഴ്സും സന്ദീപ് സേനനും സംഗീതും രഘു എല്ലാം ഈ പടത്തിൽ, as producers what they must have gone through. Just imagine, ഒരു പടം 4 വർഷമായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ, അവരുടെ എക്സ്പെക്ടേഷൻസ്, they can't go to another film. So എന്താ പറയാ, നമ്മൾ we all just took for this film and Jain Rai's vision, and I want you to all come and watch this in theaters and be entertained. Varshan, it's a very good way to close the year, and again I would consider this as a celebration of perseverance. Adha ഞാൻ പറഞ്ഞത്, ഇതൊരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു 4 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഒരു ക്ലോഷർ ആണ്. And I'm so happy that I could be part of it, and the team എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. We are in the final leg of finishing the film to make you all ഒരു entertaining cinema. Thank you so much. Thank you. Thanks a lot, Jake Chada. Usually Raju ഏട്ടാ നമ്മളടുത്ത് സംസാരിക്കും